CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി രണ്ടുപേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളർക്കാട് വെള്ളത്തേരി സ്വദേശി ജാബിർ, കൈതമാട്ടം സ്വദേശി തൗഫീഖ് എന്നിവരെയാണ് SI യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. ധനകാര്യ സ്ഥിരം സമിതിയിലേക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ അധ്യയന വർഷത്തെ ഓണപരീക്ഷയുടെ തീയതി വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 3 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായാണ് ഓണപരീക്ഷ നടത്തുക. തകർന്നു തരിപ്പണമായ തൃശൂർ കുന്നംകുളം റോഡ് പുനർനിർമ്മിക്കുക, സംസ്ഥാന സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് BJP സംഘടിപ്പിക്കുന്ന സമരം വെള്ളിയാഴ്ച നടക്കും. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ജില്ലാ നേതാക്കൾ നടത്തുന്ന ഉപവാസ സമരം സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വടക്കേകാട് TMK റീജൻസിക്ക് സമീപം അമിത വേഗതയിൽ വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. ഡ്രൈവറടക്കം 5 പേർ കാറിലുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനം കോട്ടപ്പടി ചെമ്മണ്ണൂർ ഡേവിഡ്സൺ മെമ്മോറിയൽ ആശുപത്രി കെട്ടിടത്തിൽ ആരംഭിക്കുന്ന അഭയഭവൻ വയോജന കേന്ദ്രം കൂദാശ ഓഗസ്റ്റ് 11 ഞായറാഴ്ച വൈകിട്ട് നടക്കും. SK പൊറ്റക്കാട്ട് സ്മാരക കഥാവിഭാഗം പുരസ്കാരം പ്രവാസിയായ അക്ബർ ആലിക്കര ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി. ചാലിശ്ശേരി പഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജേഷ് കുട്ടന് UDF ചാലിശ്ശേരി മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. തൃശൂർ സഹോദയ അധ്യാപക കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. പെരുമ്പടപ്പ് പാലപ്പെട്ടി റോഡിൽ കണ്ടുബസാറിൽ പെട്ടി ഓട്ടോറിക്ഷയും വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വയനാടിനായി സ്നേഹക്കൊടുക്ക കൈമാറി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി ഏഞ്ചലീന മരിയ സിൻഡോ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സഹായമേകാനാണ് ഏഞ്ചലീന തന്റെ സ്നേഹക്കൊടുക്ക കൈമാറിയത്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലം റേഷൻ കടയ്ക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ മങ്ങാട് തോട്ടുപാലം സ്വദേശികളായ ശരത്, അനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് രാമായണ പാരായണം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.